ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശ്രുതി വിമലയും അതുപോലെ തന്നെ ആദിയെയും കൂട്ടിയിട്ട് ഇവര് താമസിക്കുന്ന നാട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരെയും കൂട്ടിയിട്ട് ആ പുതിയ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിനുള്ളിലെത്തിയ ആദിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആദിക്ക് ആ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീരയാണെന്നുണ്ടെങ്കിൽ വിമലയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഈ വീട് ഇഷ്ടായോ എന്നുള്ള കാര്യം. ഇഷ്ടപ്പെട്ടോ എന്നാണ് വിമല പറയുന്നത്. ഇവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ഒരു വണ്ടിയുടെ ശബ്ദമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണേ. വെള്ളത്തിന്റെ കാര്യത്തെ കുറിച്ച് വിമല ചോദിക്കുമ്പോൾ വെള്ളമൊക്കെ നല്ലത് തന്നെയാണ്, കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ വാട്ടർ യൂസ് ചെയ്താൽ മതി. ഇവിടെ അടുത്തുള്ളൊരു കടയില് 2 ദിവസം കൂടുമ്പോൾ ക്യാൻ മാറ്റി തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ശ്രുതി അവരെടുത്ത് അറിയിക്കുകയാണ്. അതിനിടയ്ക്ക് ആദ്യമാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവിടെ അമ്മ അടുത്ത് ബീച്ചുണ്ടോ എന്നുള്ള കാര്യം. ഇല്ലടാ, ഇവിടെ അടുത്തില്ല, പക്ഷെ കുറച്ച് ദൂരമുണ്ട്, നിന്നെ വീക്കെൻഡിൽ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ ആദ്യം അടുത്ത് പറയാണ്. പാലുകാച്ചിലൊക്കെ നടത്തുന്നുണ്ട്. എന്നതിന് ശേഷം പൂജാമുറിയിൽ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ആരത്തി ഒഴിയുന്നൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ ഡോറിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് പുറത്തേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട്. ചിലപ്പോ ആരെങ്കിലും കാണോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോഴേക്കും ആദ്യം അരികിലേക്ക് വന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ പോയിട്ട് കളിച്ചോട്ടെ എന്ന്. ഈ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് എങ്ങോട്ടും പോവരുത്, സൂക്ഷിച്ചു പോണെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ രണ്ടുപേർക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മയ്ക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്. വീടൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ആദിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്, ആദിക്ക് എന്താണ് കുഴപ്പം, അവൻ നല്ല ഹാപ്പി ആണല്ലോ. അതല്ലടി, നമ്മള് അവിടെ നാട്ടില് അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവനെ അറിയുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും പോയി കളിച്ചിട്ട് തിരികെ വരും. എന്നാൽ ഇത്രയും വലിയൊരു സ്ഥലത്ത് അവൻ ഒറ്റയ്ക്കായതുപോലെ തോന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ. അത് അമ്മയുടെ വെറും തോന്നലാണ്, അവൻ ഇപ്പൊ നല്ല ഹാപ്പി ആണല്ലോ, വെറുതെ അമ്മ ആലോചിച്ച് കൂട്ടണ്ട എന്നൊക്കെ ശ്രുതി വിമലയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതല്ലടി, അവൻ നിന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോ ഉള്ളത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവന് തന്നെ തനിയായതുപോലെയൊക്കെ തോന്നും. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മീരയും പറയുന്നുണ്ട്, എടി അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, ഇത് പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ അവനിവിടെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ മീര പറയുന്നത് കേൾക്കുമ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അതുമാത്രമല്ല ഇത് പുതിയ സ്ഥലമാണ്, ഇവിടെ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കണ്ണിൽ പെടും. പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊന്നും നമുക്ക് വിശ്വസിക്കാനും വേണ്ടി പറ്റത്തുമില്ലല്ലോ. കല്യാണി ആഴ്ചയിൽ 2 ദിവസമല്ലേ നീ ഇങ്ങോട്ട് വരുള്ളൂ എന്നുള്ള കാര്യം പറയുന്നത്. ബാക്കിയുള്ള സമയമൊക്കെ ആ കുട്ടി തനിയെ എങ്ങനെയാണ് ഈ വീട്ടിലിരിക്കുന്നത്? അവ മാത്രമല്ല അമ്മയും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പാടില്ല. പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും നിൽക്കണ്ട. ഇത് കേട്ട മീര ചോദിക്കുന്നുണ്ട്, എടി എങ്ങനെയാടി ഇവർ ആരെടുത്ത് സംസാരിക്കാതെ ഈ വീട്ടിൽ തന്നെ തനിയെ നിൽക്കുന്നത്? ഇവര് ആരെടുത്തെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിടിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ? അതുമാത്രമല്ല ഇവിടുത്തെ ഹൗസ് ഓണർ അടുത്ത് നമ്മൾ വേറെ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പോയി പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടുന്ന് ഇറക്കി വിടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെടുത്തും അമ്മ സംസാരിക്കാനൊന്നും പോവണ്ട. പറ്റുന്നിടത്തോളം സമയം ഡോറ് ലോക്ക് ചെയ്തിട്ട് ഉള്ളിലിരുന്നാ മതി. പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കാനുണ്ടോ വിമല? അതിന്റെ ഒന്നും ആവശ്യമില്ല, വീക്കിലി വരുന്ന സമയത്ത് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കും. പിന്നെ അടുത്തുള്ള കടയില് പാല് ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനും മേലെ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുതരാം. ശ്രുതിയുടെ കണ്ടീഷൻസ് എല്ലാം കേൾക്കുമ്പോൾ വിമല ചോദിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ, ഇനി വേറെ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന്? അമ്മയുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ആരും ഇവിടെ വരാൻ വേണ്ടി പാടില്ല, അവർക്ക് ഈ അഡ്രസ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് ശ്രുതി പ്രത്യേകം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അവിടെ അടുത്തുള്ള ആളടുത്ത് എങ്ങനെയാണ് നമ്മൾ ഇവിടെയാന്നുള്ള കാര്യം പറയാതിരിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരടുത്ത് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാം, അമ്മ ഒന്നും പറയാണ്ടിരുന്നാ മതി. പിന്നെ ആദ്യയുടെ ഫ്രണ്ട്സ് ആരും ഇവര് വരാൻ വേണ്ടി പാടില്ല, അവന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കണം ആരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം. ശ്രുതിയുടെ കണ്ടീഷൻസ് ഒക്കെ കേട്ടിട്ട് വിമല അങ്ങ് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ ഇനിയും പറഞ്ഞു തീർത്തില്ല എന്ന് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും കയ്യിലുള്ള പാത്രം അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ വിമല. ആദ്യം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗേറ്റ് പൂട്ടണം. പിന്നെ രാത്രി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി പാടില്ല. TV ശബ്ദം കുറച്ച് വെക്കണം. ആദ്യം വേഗം തന്നെ ഉറക്കിയിട്ട് മൊത്തം ലൈറ്റ് ഓഫ് ചെയ്ത് കളയണം. ഇവിടെ ആൾതാമസം ഉണ്ടെന്നുള്ള കാര്യം പുറത്തുള്ള ആരും അറിയാൻ വേണ്ടി പാടില്ല എന്നൊക്കെ ഭയങ്കര കണ്ടീഷൻസ് വെക്കാനുട്ടോ ശ്രുതി. ഇത് കേട്ട വിമലയ്ക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും കൊള്ളാടി, നീ എല്ലാ കാര്യങ്ങളും കൂടി എഴുതിയിട്ട് ഒരു ബോർഡിൽ ഇവിടെ തൂക്കിക്കോ. ഇത് വീടാണോ അതോ ഇതിനേക്കാൾ ഭേദം ഞങ്ങളെ കൊണ്ടുപോയിട്ട് നീ ജയിലിലിടുന്നതായിരുന്നു? അവളുടെ ഒരു 1008 കണ്ടീഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിമലയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അമ്മേ, ഒരു കാരണമില്ലാതെ അല്ല ഞാൻ പറയുന്നത്, ഈ വീട് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം ആ സച്ചിയോ രേവതിയോ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടേക്ക് കയറി വരും. പിന്നെ ഇവള് ജയിലിലേക്ക് പോകുന്നത് പോലെ ആവുമെന്ന് മീര പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഇടയ്ക്ക് അമ്മയ്ക്ക് അവിടെ ചെക്കപ്പിനും പോകാം.
അതിനിടയ്ക്ക് ആദ്യമാണെന്നുണ്ടെങ്കിൽ അമ്മ ഓടിവാ, ദാ പുറത്ത് വലിയൊരു എയറോപ്ലെയിൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. അതേസമയം മീര വിമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ അവൾ വെച്ചത് കൊണ്ട് അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം. ഇല്ലടി, അവള് പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറുപ്പത്തില് അവൾക്ക് ഞാൻ തെറ്റായിട്ടുള്ള ഒരു ജീവിതമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളുടെ ഇഷ്ടം ഞാൻ നോക്കിയില്ല, അവളുടെ ജീവിതം ഞാൻ ഇരുട്ടിലാക്കി. ഒരുപക്ഷെ ആ പാപം കൊണ്ടായിരിക്കും സ്വന്തം വീട് വിട്ടിട്ട് സ്വന്തം നാടും വിട്ടിട്ട് ഇവിടെ വന്നിട്ട് അനാഥയെ പോലെ നിൽക്കേണ്ടി വന്നത് എനിക്ക്. ഞാൻ കണ്ടുപിടിച്ച ജീവിതം അവൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. ഇവള് ഇപ്പൊ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ജീവിതമെങ്കിലും അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഭയത്തിലാണ്. എന്തിന്, അവളെക്കാൾ കൂടുതൽ ഭയം എനിക്കുണ്ട്. ഇത് കേട്ട മീര പറയുന്നുണ്ട്, അവള് പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് അവൾക്കുള്ളത്. പക്ഷെ ആ വീട്ടില് അവള് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. സുധിയാണെന്നുണ്ടെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇത് കേട്ട വിമലൻ പറയുന്നുണ്ട് കേട്ടോ, അവള് സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി എനിക്ക്. പക്ഷെ അവളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ വീട്ടില് സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമല അങ്ങ് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിക്ക് വിമലയുടെ നാട്ടിലേക്കാണ് കേട്ടോ ട്രിപ്പ് വരുന്നത്. അവിടെ ആളെ ഇറക്കിയതിന് ശേഷം സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് നാളായി ഇങ്ങോട്ടേക്ക് ട്രിപ്പൊക്കെ വന്നിട്ട്. ഇപ്പോ ആദ്യയുടെ അച്ഛമ്മയും കണ്ടിട്ട് ഒരുപാട് നാളായി. എന്തായാലും ഇവിടത്തെ വന്നതല്ലേ, അവരെയും കൂടി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് സച്ചി ചെന്ന് നോക്കുന്ന സമയത്ത് ഗേറ്റ് എല്ലാം പൂട്ടിയിട്ടാണ് കിടക്കുന്നത്. അവിടെ ആളില്ല എന്നുള്ള കാര്യം മനസ്സിലാവാണ്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ആദ്യക്കാണെങ്കിൽ സ്കൂളും ഇല്ല. ഇപ്പോ എവരെവിടെ പോയി കാണുന്നൊക്കെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോ അതുവഴി ഒരു ചേച്ചി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചിയെ അറിയുന്ന ആള് തന്നെ ആയതുകൊണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ചേച്ചി സുഖാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവരെവിടെ പോയി എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത്. അപ്പോ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലേന്ന് അവര് തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണേ. അതെന്താ ചേച്ചി, അവിടേക്ക് ആരും വന്നിട്ടില്ലല്ലോ? അല്ല, നിങ്ങളാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വേണ്ടിട്ട് വരുന്നത്. 2 ദിവസമായിട്ട് ഇവിടെ ഗേറ്റ് പൂട്ടി കിടക്കുവാണ്. ഞങ്ങൾ വിചാരിച്ചു അവര് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകുമെന്ന്. ഇല്ല ചേച്ചി, അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ അവരെവിടെ പോയി കാണുന്ന സച്ചി ചോദിക്കുമ്പോ അതൊന്നും അറിയില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്കാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യാണ്ടാവുന്നുണ്ടല്ലോ. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാവുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോവാറുണ്ട്. എന്താ അവർക്ക് സംഭവിച്ചതെന്നോ അവരെവിടെ പോയെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അവര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ വന്നു എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിക്കാന്നാണ് ആ ചേച്ചി പറയുന്നത്. എന്നിട്ട് ആ ചേച്ചി വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എവിടെ പോയി എന്നുള്ള കാര്യം അറിയില്ലല്ലോ. 2 ദിവസമായിട്ട് ഇവിടെ ആളില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത്. സുഖമില്ലാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞല്ലോ. പാവം ആ ചെറിയ പയ്യനെ വെച്ചിട്ട് എവിടെ പോയിട്ട് കഷ്ടപ്പെടുക എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്തിട്ട് വിമലയെ വിളിക്കുവാണേ. അതേസമയം ശ്രുതിയാണെങ്കിൽ പുറത്ത് പോയിട്ട് പച്ചക്കറിയും സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അമ്മ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. എടി, ഇവന് മീനോ ഇറച്ചിയൊക്കെ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ വീക്കെൻഡിൽ വരുന്ന സമയത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ശ്രുതി ഒരു കാര്യം ചെയ്യാം, കോഴിയും അതുപോലെ ആടിനെയൊക്കെ വീട്ടിനുള്ളിൽ തന്നെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് എളുപ്പമാവല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തായാലും ജോക്ക് പറയാന്ന് ചോദിക്കാണ് കേട്ടോ ശ്രുതി. ആദ്യമാണെങ്കിൽ അമ്മമ്മ എന്റെ ബുക്കൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയുടെ കോള് വിമലയുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. ആരമ്മ വിളിക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ശ്രുതി. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുവാണ്. സച്ചി എന്നാണ് കേട്ടോ വരുന്നത്. ഇത് സച്ചിയാണല്ലോ, ഏത് സച്ചി എന്ന് ചോദിക്കുമ്പോൾ എനിക്കാകെ ഒരു സച്ചിയെ മാത്രമേ അറിയുള്ളൂ, നിന്റെ ഹസ്ബൻഡിന്റെ അനിയൻ. അവൻ എന്തിനാണ് അമ്മയെ ഫോൺ ചെയ്യുന്നത്? അവരുമായിട്ട് സംസാരിക്കരുതെന്നുള്ള കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ പോയതിനു ശേഷം ഞാൻ പിന്നെ അവനെ സംസാരിച്ചിട്ടോ അവന്റെ കോൾ അറ്റൻഡ് ചെയ്തിട്ടോ ഒന്നുമില്ല. ഇപ്പൊ അവൻ എന്തിനാ വിളിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് വിമല പറയാണേ. അങ്ങനെയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാണ്ട് വിട്ടേക്കാൻ വേണ്ടിയിട്ട് വീര പറയുന്നുണ്ട്. അങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അമ്മ കോൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അവരുടെ അടുത്ത് പറയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. കോൾ എടുത്ത ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, ആന്റി ഞാൻ സച്ചിയാണെന്ന്. ആ മനസ്സിലായി മോനെ. ആന്റി ഇപ്പോ എവിടെയാണുള്ളത്? ശരീരത്തിന് സുഖമില്ലായ്മ ഒക്കെ മാറിയോ ചോദിക്കുന്നുണ്ട്. ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആന്റി, ഞാൻ ആന്റിയുടെ വീടിന്റെ മുന്നിലെന്നുള്ള കാര്യം പറയുമ്പോഴേ ശ്രുതിയും അതുപോലെ മീരയും ആകെ ടെൻഷനായിട്ട് അവരിപ്പൊ താമസിക്കുന്ന വീടിന്റെ മുന്നിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും സച്ചിയെ കാണുന്നില്ല. എനിക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിലേക്ക്. എന്തായാലും ഇവിടത്തെ വന്നതല്ലേ, അതുകൊണ്ട് ആന്റിയും അതുപോലെ ആദ്യം കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതാണ്. ഗേറ്റ് പൂട്ടി കിടക്കുന്നു എന്ന് പറയുമ്പോഴാണ് അവൻ ഇവിടെയല്ല അവിടെയാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. ആ അത് ശരി തന്നെയാണ് സച്ചി എന്നുള്ള കാര്യം വിമല ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്ത് പറ്റി ആന്റി, നിങ്ങൾക്ക് സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ? ഞാനിവിടെ അടുത്ത് അന്വേഷിച്ച സമയത്ത് 2 ദിവസമായിട്ട് ഇവിടെ ആളില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞങ്ങളിപ്പോ വേറൊരു നാട്ടിലേക്ക് വന്നു. വേറെ നാട്ടിലേക്കോ? ഏത് നാട്ടിലേക്കെന്ന് ചോദിക്കാനുണ്ട് സച്ചി. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ പറയരുത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ തലകൊണ്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എന്റെ മകളെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിച്ചെന്ന് പറയാണേ. എവിടെ സ്ഥലം എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ വന്ന് കാണാം എന്ന് സച്ചി പറയുന്നുണ്ട്. വേണ്ട സച്ചി, അത് ശരിയായിട്ട് വരില്ല. ആന്റി, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നിങ്ങളെന്തോ ദേഷ്യത്തിൽ പറഞ്ഞു. എന്റെ അമ്മ എങ്ങനെയാണോ പറയാ ആ ഒരു രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ആന്റി, നിങ്ങൾ എവിടെ താമസിക്കുന്ന വെച്ചാല് ആ സ്ഥലം പറയൂ. ആദ്യം കണ്ടിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് തന്നെ ഞാനും രേവതിയും കൂടി ചേർന്നിട്ട് അങ്ങോട്ടേക്ക് വരാം. ഇത്രയൊക്കെ കേട്ടിട്ട് വിമല അങ്ങനെ മിണ്ടാതിരിക്കുവാണ്. പക്ഷെ ശ്രുതിയാണെങ്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നന്നായിട്ടായിരിക്കുന്നത്, ഞങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുണ്ട്. പിന്നെ സച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല.
നിങ്ങൾ എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ വിളിക്കുന്നത്. ആ സ്നേഹം വേണ്ട എന്നുള്ള കാര്യമാണ് സച്ചി ഞാൻ പറയുന്നത്. ആദ്യയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വെറുതെ കയറ്റി വെക്കണ്ട. ഞാൻ അന്നേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇനിയും കാണാതിരിക്കുന്നത് നല്ല എന്നുള്ള കാര്യം. ആന്റി ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, മറ്റാരോ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്. ആരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ആന്റി പറയൂ. ഇതവിടെ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ലേ? ഇനി എന്തായാലും നീ എനിക്ക് ഫോൺ ചെയ്യരുത്. ഇനി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ വിമല സച്ചിയുടെ അടുത്ത് അത്രയും റോങ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണേ. അമ്മ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. നീ ഒന്ന് പോടി, പാവാണ് സച്ചി. ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാതെ ആ ആശങ്കയിലാണ് അവൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന്റെ അടുത്ത് നീ ഇങ്ങനെ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചില്ലേ? അമ്മേ, അത്രയും ചീത്ത വിളിച്ചിട്ടും അവൻ അമ്മയെ വീണ്ടും ഫോൺ ചെയ്തില്ലേ? ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവര് നിങ്ങളെ തേടിയിട്ട് വരും. ഇനി എന്തായാലും അവന്റെ ശല്യം ഉണ്ടാവില്ല. അവൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഫോൺ എടുക്കാതിരുന്നാ മതി. നമുക്ക് എന്തായാലും ആദ്യം ചേർക്കാൻ വേണ്ടി പോകുന്ന സ്കൂൾ വരെ പോയിട്ട് വരാ എന്ന് പറയാണേ. അതേസമയം സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലല്ലോ, എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ശ്രുതി ആദ്യം ചേർക്കാൻ വേണ്ടി പോകുന്ന ആ സ്കൂളിൽ നിന്ന് പറഞ്ഞില്ലേ, അവിടെ രവിക്ക് വേണ്ടിയിട്ട് ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിന് അവിടെ എത്തുന്ന സമയത്ത് നീ പറഞ്ഞ സ്കൂളിലേക്ക് ഞാൻ എത്തിയിട്ടോ. സച്ചി എന്റെ അടുത്ത് ജോലിക്ക് പോകണ്ടെന്നാ പറഞ്ഞത്. ഒരു വിധത്തിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവനും പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെന്ന് വെച്ചിട്ടാണ് അവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം, ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അശോകന്റെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ അവിടെ പോയിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ കാണുവാണ് ചെയ്യുന്നത്. ചെന്ന ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, അശോകൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം. മനസ്സിലായി. അശോകന്റെ ഫ്രണ്ട് അല്ലേ? അശോകൻ ഞങ്ങള് മുമ്പ് താമസിച്ച വീടിന്റെ അടുത്ത് താമസിച്ച ആളാണ്. ഞാനും അവരും തമ്മിൽ ഒരുപാട് വർഷത്തെ പരിചയമുള്ളതാണ്. ഇതുവരെ അവര് എന്റെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ജോലിക്കാര്യത്തെ കുറിച്ചിട്ട് അവർ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. നിങ്ങൾ KSRTC ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് അശോകൻ എന്റെ അടുത്ത് പറഞ്ഞു. അതെ സർ, ഞാൻ 35 വർഷം ആ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് റിട്ടയർഡ് ആയി എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. സാധാരണ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ റെസ്റ്റ് എടുക്കുക ചെയ്യുക. നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിക്ക് 3 ആൺപിള്ളേരാ ഉള്ളത്. അവര് 3 പേരും നല്ല നിലയിലാണ്. അവരെന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എങ്കിലും 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നി. ശരീരത്തിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണെന്നൊക്കെ രവി പറയുന്നത് കേട്ട ഉടനെ തന്നെ അയാളും വെരി ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രായത്തിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. ഇവിടെ അക്കൗണ്ടന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും വരേണ്ട കാര്യമില്ല, ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതി. ഇതേ സ്കൂള് മറ്റൊരു സ്ഥലത്തും കൂടി ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഡെയിലി ജോബ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങോട്ടേക്ക് മാറാം. 2-3 മാസം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ബുധനാഴ്ചകളിൽ മാത്രം വന്നാൽ മതി. എന്നാ സാർ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യേണ്ടതെന്ന് രവി ചോദിക്കുന്നുണ്ട്. ഒരു 1 വീക്ക് ആവും. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്താൽ മതി. ഞങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാനേജർ പറയുന്നു പറയണേ. ശരി, ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. വിമലയും അതുപോലെ ആദ്യം കൂടി ചേർന്നിട്ട് ആ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ആദ്യമാണെങ്കിൽ പുതിയ സ്കൂൾ കണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഓടി ചാടി കളിക്കുന്നൊക്കെ ഉണ്ട്. അമ്മേ, പുതിയ സ്കൂൾ സൂപ്പർ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലേ, ഇതിനേക്കാൾ സൂപ്പർ ആണ്. നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഇവിടെ ക്രിക്കറ്റ് കോച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡെയിലി എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ആദ്യം സ്പോർട്സ് പീരീഡിലെ സമയങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ക്ലാസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിൽ കയറിയിട്ട് നേരെ വീട്ടിന്റെ അവിടെ വന്ന് ഇറങ്ങണം. ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ചാടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യം കല്യാണി, ഇത് പുതിയ സ്കൂളാണ്, അതും പാതിയിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ചേർത്തി. നാട്ടിലെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അവന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരികയും ചെയ്യും. ഇവിടെ അവൻ തനിയായതുപോലെ ആവില്ലെന്ന് ചോദിക്കുകയാണെ. എന്താ, നിങ്ങൾക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോണോ? അമ്മ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ട, അവന് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിക്കോളും. ആദ്യം നിനക്ക് പുതിയ സ്കൂൾ ഇഷ്ടപ്പെട്ടോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു അമ്മേ, എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കാനും പറ്റുമല്ലോ. ഞാന് ഭയങ്കര ഹാപ്പി എന്ന് പറയണേ. കേട്ടോ അമ്മേ പറഞ്ഞത്? അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടണ്ട. ഇത് പുതിയ സ്കൂളാണ്, അതുകൊണ്ട് നന്നായിട്ട് അവന് എഡ്യൂക്കേഷനും കിട്ടും. അങ്ങനെ വാ എന്ന് പറഞ്ഞ് ആദ്യം കൂട്ടിയിട്ട് ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അതേസമയം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രവി അവിടെയുള്ള സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഓഡിറ്റർ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് വരേണ്ടതെന്നുള്ള കാര്യം ഇവിടുന്ന് ഇൻഫോം ചെയ്യുമെന്ന് പറയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ അശോകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ വിളിക്കും, വന്ന് ജോയിൻ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണേ. അങ്ങനെ രവി ഒരു ഭാഗത്തു കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. മറുഭാഗത്തു കൂടിയാണ് ശ്രുതിയും അതുപോലെ വിമലയും ആദ്യം കൂടി കയറി വരുന്നത്. ആദ്യമാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ട് എവിടെയെന്നുള്ള കാര്യം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാടിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എവിടെയും പോകരുത്, സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തണം. ആര്, ഇവനോ? നാട്ടിൽ അവൻ കളിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വാശി പിടിക്കാറുണ്ട്. അങ്ങനെ ഒരു വാശിപിടുത്തം നടന്നു.
വെറുതരുത്. ഇവിടെ അമ്മമ്മ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ ഇവിടെ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ ശ്രുതി. അമ്മമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് ആവശ്യമില്ലാതെ അമ്മമ്മയെ ശല്യപ്പെടുത്തൊന്നും ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിൽ വന്ന് നിന്നോട്ടെ എന്ന്. ഇത് കേട്ട ശ്രുതിക്ക് ചെറിയൊരു ഷോക്കിംഗ് ആവുന്നുണ്ട്. ഇല്ല, അങ്ങനെ അമ്മയുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സൺഡേ എങ്കിലും ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ. ഇല്ലടാ, ഞാൻ എല്ലാ ദിവസവും മോനെ വന്ന് കണ്ടോളാം. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് ഒരിടത്ത് നിൽക്കാം. ശ്രുതി പറയുന്നത് കേട്ട് മറുപടിയൊന്നും പറയാതെ മുഖത്ത് വലിയ സന്തോഷമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ആദ്യം നിൽക്കുമ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന് പറയാണ്. അങ്ങനെ 3 പേരും കൂടി ചേർന്നിട്ട് പ്രിൻസിപ്പളെ കാണാനൊക്കെ പോകുന്നുണ്ട്. തുടർന്ന് രാത്രിയിലെ ചന്ദ്രയുടെ വീടാണ് കാണിക്കുന്നത്. ശ്രുതി ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. സച്ചി കയറി വന്ന ഉടനെ തന്നെ രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്തായാലും വിമല പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും സച്ചി വന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവരെന്താ സംസാരിക്കുന്നു എന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞു നിൽക്കുവാണ് കേട്ടോ ശ്രുതി. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി വന്ന ഉടനെ തന്നെ ഇപ്പൊ തന്നെ ഭക്ഷണം റെഡിയാകും, സച്ചിയുടെ പോയിട്ട് കുളിച്ചിട്ട് വായെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം രേവതി, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് കേൾക്ക്. ഇന്ന് ആദിയുടെ വീടിന്റെ അടുത്തേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദിയെ പോയി കണ്ട് ആദിയുടെ അമ്മമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം സച്ചിയേട്ട വന്നൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അന്ന് അവര് നമ്മളെ ചീത്ത പറഞ്ഞതിന് ശേഷം അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് രേവതി, ഞാനും അവിടെ അവരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ വീട് പൂട്ടിക്കിടക്കുമായിരുന്നു. അവിടെ അടുത്തുള്ള ചേച്ചിയുമായിട്ട് സംസാരിച്ച സമയത്ത് അവര് വിചാരിച്ചത് നമ്മുടെ വീട്ടിലേക്ക് അവർ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ്. ഇല്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ സമയത്ത് 2 ദിവസമായിട്ട് വീട് പൂട്ടിക്കിടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടന് അവരൊന്ന് ഫോൺ ചെയ്ത് നോക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അത് വിചാരിച്ചിട്ട് ഞാനും ഫോൺ ചെയ്തു. അവർക്ക് ശരീരത്തിന് വല്ല സുഖമില്ലായ്മ മറ്റും ഉണ്ടോന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ ഫോൺ ചെയ്ത് നോക്കി. എന്നിട്ടെന്താ അവര് ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവർ അറ്റൻഡ് ചെയ്തു. സാധാരണ പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അവർ പറഞ്ഞു സ്വന്തക്കാരെ വീട്ടിലേക്ക് വന്നു. ഞങ്ങളെ അന്വേഷിച്ച് വന്ന് ശല്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, ഇനി ഫോൺ പോലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അത് കേട്ടപ്പോ എനിക്കും വല്ലാതായി പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പൊ സച്ചിട്ട അവരിപ്പോഴും ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണെ. എനിക്ക് തോന്നുന്നത് ആയിരിക്കും എന്നാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവാത്തത്, നമ്മള് ആദ്യയുടെ അടുത്ത് സ്നേഹത്തിലാണ് നിൽക്കുന്നത്, അതുപോലെ തന്നെ അവര് നമ്മള് സ്നേഹത്തോടു കൂടി തന്നെയല്ലേ കാണുന്നത്. അത് മനസ്സിലാക്കാതെ എന്തിനാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത്. സച്ചേട്ടൻ അത് കേട്ടപ്പോ വിഷമായിട്ടുണ്ടാവും അല്ലേ. എന്തായിരിക്കും ആദിയുടെ അമ്മമ്മ ഇങ്ങനെ പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് മനസ്സിലാവാത്തത്. അത് തന്നെ രേവതി എനിക്കും മനസ്സിലാവാത്തത്. അവര് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അവരെന്താ സ്വഭാവം അങ്ങനെ മാറി എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. നമ്മള് ആദ്യമായിട്ട് ഇടപഴകുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തതാണോ, ഇനി അവരുമായിട്ട് നമ്മൾ ഇടപെടുന്നത് മറ്റാർക്കെങ്കിലും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കെന്തോ ആദ്യയുടെ കാര്യത്തില് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്. ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാണ്. സച്ചിയെ ഒരു ഫോൺ കോൾ കൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാന്നാണ് നമ്മുടെ ശ്രുതി വിചാരിച്ചത്. ഇനി ഒരിക്കലും സച്ചി അതിന്റെ പുറകെ പോയില്ലാന്ന്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് ചൊഴുന്ന് പോവുകയാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി തുടങ്ങുവാണ്. ആദ്യക്ക് എന്ത് രഹസ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവനുമായിട്ട് നമ്മൾ മെല്ലെ മെല്ലെയല്ലേ അടുത്തത്. ആദ്യക്ക് ഒരു പക്ഷെ രഹസ്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവനുമായി ബന്ധപ്പെട്ട ആർക്കോ രഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും അറിയരുത് എന്നുള്ള കാര്യം വിചാരിക്കുന്നു. അങ്ങനെ സച്ചി എന്തായാലും ഇതിന്റെ പുറകെ പോവാന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ആദ്യയെ ഇവരിൽ നിന്ന് അകറ്റുന്നത് ശ്രുതി രഹസ്യങ്ങൾ മറച്ചു വെക്കാനാന്നുള്ള കാര്യം ഏകദേശം സച്ചി മനസ്സിലാക്കിയ ആ ഒരു രീതി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ.